യൂസസ് ഓഫ് കോൺവെക്സ് മിറർ. ഈ കോൺകേവ് മിറർ നമ്മൾ പറഞ്ഞു, കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് കുറച്ച് വലുതായിട്ട് കാണേണ്ട എവിടൊക്കെയാണോ അവിടേക്കാണ് നമ്മൾ കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നോക്കിയോ, ഇത് നമ്മൾ വണ്ടിയുടെ റെയർ വ്യൂ മിറർ ഇല്ലേ, നമ്മുടെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റെയർ വ്യൂ മിറർ, ആ റെയർ വ്യൂ മിററിനകത്ത് യൂസ് ചെയ്യുന്നത് കോൺവെക്സാണ്. കാരണം എന്താണെന്നറിയോ, കോൺവെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിയേ ഇങ്ങനെ ചരിഞ്ഞ്, അതായത് ഇങ്ങനെയാണ് കോൺവെക്സ് ഇരിക്കുന്നത്. കോൺവെക്സിന് നമ്മുടെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ കൂടുതലായിരിക്കും. ഫീൽഡ് ഓഫ് വ്യൂ കൂടാന്ന് പറയും ഇതുണ്ട്, ഇത്രയും ഭാഗത്തെ ഇമേജുകൾ ഇതുണ്ട്, ഇത്രയും ഭാഗത്തെ കണ്ടോ, ഇത്രയും ഭാഗത്തെ ഇമേജുകളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കാണാൻ പറ്റും. നേരെ മറിച്ച് കോൺവെക്സ് ആണെങ്കിലോ, കോൺവെക്സ് ആണെങ്കിൽ ഇത്രയും റേഞ്ചിലുള്ള ഇമേജുകളെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാണാൻ പറ്റത്തുള്ളൂ. അപ്പം കോൺവെക്സിന് ഫീൽഡ് ഓഫ് വ്യൂ വളരെ കൂടുതലായിരിക്കും. പിന്നെ പുറകിലുള്ള, ഇപ്പം നമ്മൾ റിയർ വ്യൂ മിററിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് പുറകിലുള്ള എല്ലാ വണ്ടികളെയും നമുക്ക് മൊത്തത്തിൽ നമ്മുടെ സ്ക്രീനകത്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ മിററിനകത്ത് കാണാൻ പറ്റും. കോൺകേവ് ആണെങ്കിൽ അത് പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അത് ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റിയർ വ്യൂ മിററിനകത്ത് ഉപയോഗിക്കുന്നു. അത് ആണ് ഫസ്റ്റ് യൂസ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, ദേ ആർ കോമൺലി യൂസ്ഡ് ആസ് rear view mirror in vehicles. These mirrors are fitted on the sides of vehicles, enabling the driver to see the traffic behind him to facilitate safe driving. അടുത്തത് കോൺവെക്സ് മിറേഴ്സ് ആർ preferred because they always give an erect and diminished image. Also they have a wider field of view. എല്ലാ ഒബ്ജക്റ്റുകളും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിമിനിഷ്ഡ് ഇമേജ് എല്ലാം ഫോം ചെയ്യും. നമ്മൾ ഇന്നലെ വരച്ചപ്പോഴേ പറഞ്ഞായിരുന്നു, എല്ലാം ഡിമിനിഷ്ഡ് ഇമേജാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറകിൽ വരുന്ന എല്ലാ ഒബ്ജക്റ്റുകളുടെ ഇമേജ് വളരെ ചെറുതായിട്ട് അതിന് ആ സ്ക്രീനകത്ത് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഫീൽഡ് ഓഫ് വ്യൂവും കൂടുതലാണ്. ഒരു വലിയ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ചെറിയ സ്ക്രീനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലായിരിക്കും. ദേ ഹാവ് എ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ. എന്തുകൊണ്ടാണ്? as they are curved outwards. Wider field of view as they are curved outwards. ഇനി ഒരു കാര്യം കൂടെ പറയാം, സൈൻ കൺവെൻഷൻ. അതായത് നമുക്ക് ഇനി പറയാനുള്ളത്, നമുക്ക് കുറച്ച് സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ ഒബ്ജക്ട് ഡിസ്റ്റൻസിൻ്റെയും ഇമേജ് ഡിസ്റ്റൻസിൻ്റെയും ഫോക്കസിൻ്റെയും ഒക്കെ സൈൻ എങ്ങനെയാണ് വരുന്നത്, നമ്മൾ ഒരു ന്യൂമറിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിൻ്റെയും ഇമേജിൻ്റെ ഹൈറ്റിൻ്റെയും സൈനൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി എഴുതേണ്ടത് സൈൻ കൺവെൻഷൻ for reflection by spherical mirror.
എഴുതാം, നോക്കിക്കോളൂ. ഓരോ കാര്യങ്ങൾ എഴുതാൻ പോവാണ്. ദ ഒബ്ജക്റ്റ് ആദ്യത്തെ ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് പ്ലേസ്ഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ മിറർ. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ ലെഫ്റ്റിലാണ് എപ്പോഴും ഒബ്ജക്റ്റ് വെക്കുന്നത്. അടുത്തത് രണ്ടാമത്തേത് all distances parallel to principal axis are measured from the pole of the mirror. അതേപോലെ എല്ലാ ഡിസ്റ്റൻസും എടുക്കുന്നത് പോളിൽ നിന്നാണ്, അതായത് പാരലായിട്ടാണല്ലോ എല്ലാം നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള എല്ലാ ഡിസ്റ്റൻസും എടുക്കുന്നത് പോളിൽ നിന്നാണ്. അതേപോലെ തന്നെ ഡിസ്റ്റൻസസ് മെഷേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ പോൾ ഈസ് taken as negative while those measured to the right of the pole is taken as positive. നമ്മൾ ലെഫ്റ്റിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവ് ആയിട്ടും റൈറ്റിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം പോസിറ്റീവ് ആയിട്ടും എടുക്കുന്നത്. എഴുതിയോ? അടുത്ത സൈൻ കൺവെൻഷൻ കൺസെപ്റ്റ് ഡിസ്റ്റൻസ് മെഷേർഡ് perpendicular to and above the principal axis are taken as positive. അതായത് മുകളിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം പോസിറ്റീവും, അതേപോലെ തന്നെ ഡിസ്റ്റൻസസ് മെഷേർഡ് perpendicular and below the principal axis are taken as negative. എഴുതിയോ? എലിജ, അക്ഷിത, ശ്രേയ എഴുതിയോ? ഇല്ല, കുറച്ചുകൂടെ എഴുതി ചെറുതാക്കാം. ഇപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് കാണോ? എഴുതിയിട്ട് പറയണം. എല്ലാവരും എഴുതി കഴിഞ്ഞത് പറയണം.
എലി എലിജയുടെ അവസ്ഥ പറഞ്ഞേ. എലിജ എന്തായി? ശ്രേയ കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനൊരു ഡയഗ്രത്തിലൂടെ പറഞ്ഞുതരാം, നോക്കിയോ. അതായത് നമ്മളിപ്പം ഒരു കോൺകേവ് മിറർ വരയ്ക്കുകയാണ്. ഇതൊരു കോൺകേവ് മിററാണ്. ഇതൊരു കോൺകേവ്, നിങ്ങൾ വരയ്ക്കേണ്ടതാണ് ഇതിന് താഴെ. ഇത് കോൺകേവ് മിററാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ വരച്ചു. നമ്മൾ സെൻറ്ററിൽ കൃത്യം പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. അതിൻ്റെ പോള് മാർക്ക് ചെയ്തു. അതിൻ്റെ പോൾ മാർക്ക് ചെയ്തു. അതിൻ്റെ ഫോക്കസ് കൃത്യം മാർക്ക് ചെയ്തു. അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു. നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ്, എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്നാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം, അതായത് ലെഫ്റ്റിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം എന്തായിരിക്കും? ലെഫ്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. റൈറ്റിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ മുകളിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് പോസിറ്റീവും താഴോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇത് ഓർത്ത് ഇത് ഒന്ന് എഴുതി വെച്ചേക്കാം. വരച്ചിട്ട് ഇത് എഴുതി വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് മിറർ ഫോർമുല എന്ന് ഹെഡിങ് എഴുതിയോ. മിറർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരവും ഇമേജ് ഇരിക്കുന്ന ദൂരവും അതേപോലെ തന്നെ നമ്മുടെ ഫോക്കൽ ലെങ്തും, അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന റിലേഷനാണ് മിറർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ഇറ്റ് ഈസ് ദ റിലേഷൻ connecting image distance, object distance and focal length. എന്നിട്ട് ഇങ്ങനെ എഴുതുക: 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് എന്താ 1/u. ഇതിൽ v എന്ന് പറയുന്നത് ഇങ്ങനെ ജസ്റ്റ് ബോക്സ് ചെയ്ത് വെച്ചിരിക്കുക. f ഇവിടെ ഫോക്കൽ ലെങ്ത് ആണ്, v ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് ആണ്, u ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ ആണോ? എഴുതിയോ?
ഇനി അടുത്ത ഹെഡിങ് എഴുതിയോ, മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇമേജിന്റെ ഹൈറ്റിൽ ഉണ്ടാകുന്ന റേഷ്യോനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. അതായത് m ഈസ് ഈക്വൽ ടു HI/HO ആണ്. m ഈസ് ഈക്വൽ ടു HI/HO. കണ്ടോ, ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് റേഷ്യോ. ഇനി ഇതിനെ വേറൊരു രീതിയിലും പറയാം. ഓൾസോ മാഗ്നിഫിക്കേഷനെ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസിനെ ഒബ്ജക്ട് ഡിസ്റ്റൻസിനെ ടേംസിൽ പറയാം. m ഈസ് ഈക്വൽ ടു എന്താ? m ഈസ് ഈക്വൽ ടു -v/u എന്ന് വേണേലും പറയാം. ഇത് രണ്ടും ബോക്സ് ഇട്ട് വെച്ചേക്കാം. ഓൾറെഡി രണ്ടും m ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രം 1 ആൻഡ് അതായത് ഇതിനകത്ത് രണ്ടിനകത്തൊന്നും ഓൾസോ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓൾസോ ഇങ്ങനെ എഴുതാം, HI/HO ഈസ് ഈക്വൽ ടു -v/u എന്ന് എഴുതാം. എഴുതിയോ? എല്ലാവരും എഴുതി കഴിഞ്ഞ് പറയണേ. എഴുതി. ഓക്കെ, എഴുതി. എലിജ കഴിഞ്ഞോ? ഓക്കെ. അപ്പോൾ നമ്മുടെ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും നമ്മൾ തീർത്തു. അതായത് ഇനി നമുക്ക് റിഫ്രാക്ഷനിലേക്കാണ് പോകാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പം ഇതുവരെ നമ്മൾ പഠിപ്പിച്ചത് റിഫ്ലക്ഷനെ പറ്റിയായിരുന്നു. റിഫ്ലക്ഷൻ എന്താണെന്നും റിഫ്ലക്ഷൻ എവിടെയൊക്കെയാണ് നടക്കുന്നതെന്നും സ്മൂത്ത് സർഫസിലാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെന്നും സ്മൂത്ത് സർഫസ് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്ലെയിൻ മിററും സ്പെരിക്കൽ മിററാണെന്നും പ്ലെയിൻ മിററിൽ നടക്കുന്ന റിഫ്ലക്ഷൻ എങ്ങനെയാണെന്നും ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്നും അതേപോലെ തന്നെ ഒരു പ്ലെയിൻ മിററിൽ നോർമലായിട്ട് ലൈറ്റ് റേ വന്നു വീണാൽ എന്ത് സംഭവിക്കുമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു. പിന്നെ സ്പെരിക്കൽ മിറർ രണ്ട് ടൈപ്പ് കോൺകേവ് കോൺവെക്സ് ഉണ്ട്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ റേ ഡയഗ്രാംസ് റൂൾസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. റേ ഡയഗ്രാംസ് നമ്മൾ വരച്ചു. ഓക്കെ, ഇനി അതിൻ്റെ മാഗ്നിഫിക്കേഷനും അതിൻ്റെ ഒരു ഫോർമുലയും കണക്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞത് വരെ തീർത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ലൈറ്റിൻ്റെ രണ്ടാമത്തെ സ്വഭാവം ഞാൻ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നമുക്കെല്ലാം പല പല സ്വഭാവങ്ങളുള്ള പോലെ തന്നെ ലൈറ്റിനും പല സ്വഭാവങ്ങളുണ്ട്. ലൈറ്റിന് മെയിൻലി 5 സ്വഭാവങ്ങളുണ്ട്. അതിൽ 2 സ്വഭാവങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിലൊരു സ്വഭാവം റിഫ്ലക്ഷൻ, അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ലൈറ്റിൻ്റെ സ്വഭാവത്തെ പറ്റിയാണ്. ഇത് കുറച്ച് പഠിപ്പിക്കാം, അതായത് ഒത്തിരി കാര്യങ്ങളില്ല. ഇതാണ് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ് റിഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് കുറച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. റിഫ്രാക്ഷന് ഹെഡിങ് എഴുതുക. റിഫ്രാക്ഷൻ ഹെഡിങ് എഴുതുക, എന്നിട്ട് എഴുതുക. അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ലൈറ്റിൻ്റെ പാത്തിനുണ്ടാകുന്ന ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം. അതായത് നിങ്ങളുടെ വീട്ടിലൊക്കെ അക്വേറിയം ഉണ്ടെങ്കിൽ ഈ അക്വേറിയത്തിനകത്ത് നമ്മൾ ലേസർ ലൈറ്റ് ഒക്കെ കിട്ടും. മറ്റേ ഈ ഓരോ ഉത്സവങ്ങൾക്കൊക്കെ നമുക്ക് കടയിൽ ചെറിയ ലേസർ ലൈറ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതുപോലെ അതിരിക്കുന്നത് ഒരു കീ ചെയിൻ പോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു കീ ചെയിൻ പോലെ കണ്ടോ, ഇതിങ്ങനെ കീ ചെയിനാണ്. ഇത് സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ലൈറ്റ് കൃത്യം ഒരു വര പോകുന്ന പോലെ ആയിരിക്കും അതിൻ്റെ ലൈറ്റ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലേസർ ലൈറ്റ് ഞാൻ എടുത്തിട്ട്, ടോർച്ചൊന്നും എടുക്കില്ല, ടോർച്ച് എന്ന് പറയുമ്പോൾ ലൈറ്റ് സ്പ്രെഡ് ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഞാനൊരു ലേസർ ലൈറ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ അടിക്കുകയാണ്. അപ്പം ഈ ഭാഗം എന്തായാലും എയർ ആണ് ഇല്ലേ, ഇവിടെ ഈ വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നതിന് മുകളിൽ വരെ ഇത് എയർ ആണ്. അപ്പോൾ എയറിൽ നിന്ന് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, വാട്ടറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ വെട്ടം ഇവിടെ വന്ന് അടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇതൊരിക്കലും ഇവിടെ എല്ലായിരിക്കും അടിക്കുന്നത്, ഇവിടെ വന്നായിരിക്കും അടിക്കുന്നത്. അപ്പം ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ വന്ന് അടിക്കുമെന്നാണ്. പക്ഷേ ഇത് ഇവിടെ അടിക്കുന്ന ഇത് ലൈറ്റ് ഒന്ന് എന്താണ് ഫോളോ ചെയ്യുന്ന എവിടെ ആയിരിക്കും,
ഈ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെയും അടിക്കുന്നത് ഇവിടെയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരിക്കും ലൈറ്റിന്റെ പാത്തിന് എന്ത് സംഭവിച്ചു? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയത്. ഇത് ബെൻഡിങ് ഉണ്ടായി. ഈ ലൈറ്റിന്റെ സ്വഭാവം, ലൈറ്റ് ഒരു മീഡിയത്തിൽ, ഇതിപ്പോൾ എയറിൽ നിന്ന് ലൈറ്റ് വാട്ടറിലോട്ട് വന്നപ്പോൾ സംഭവിച്ച കാരണം. അപ്പം ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ലൈറ്റിന്റെ പാത്തിനുണ്ടാകുന്ന ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ദ ഫിനോമിനോൺ of change in path of light when it travels from one medium to another. When it travels from one medium to another, or it is the bending of light as it passes from one transparent medium to another. ഇത്ര ഉള്ളതായി. എഴുതിയോ? അക്ഷര എഴുതിയോ? അക്ഷിത, ശ്രേയ, എലിജ എഴുതിയോ? പറഞ്ഞേ. എഴുതി. അടുത്തത് ഡെൻസർ മീഡിയം. ഹെഡിങ് എഴുതുക. ഡെൻസർ മീഡിയം എന്ന് പറയുമ്പോൾ ലൈറ്റ് വളരെ പെതുക്കെ സഞ്ചരിക്കുന്ന മീഡിയത്തിനാണ് ഡെൻസർ മീഡിയം എന്ന് പറയുന്നത്. മീഡിയം ഇൻ വിച്ച് light ray travels slower. Medium in which light ray travels slower. വളരെ പതുക്കെ സഞ്ചരിക്കുന്ന മീഡിയത്തിനെയാണ് ഡെൻസർ മീഡിയം എന്ന് പറയുന്നത്. റെയറർ മീഡിയം. അടുത്തത് റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മീഡിയം ഇൻ വിച്ച് light ray travels faster. ലൈറ്റ് റേ വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയത്തിനെയാണ് നമ്മൾ റെയറർ മീഡിയം എന്ന് പറയുന്നത്. ഇപ്പം സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സിമ്പിളായിട്ട് പറയാം. നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് പോകണം. ഇപ്പം നിങ്ങളുടെ കസിൻ്റെ ഒരു കല്യാണമാണ്. അപ്പോൾ കസിൻ്റെ കല്യാണം ഇവിടെ എറണാകുളത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പം ഒരാൾ ഇവിടെ ഓൾറെഡി എറണാകുളത്തുള്ള ആളാണ്. ഒരാൾ ഇപ്പം നമ്മുടെ എല്ലാം ബാക്കിയുള്ളവരുടെ ഇവിടെ തിരുവല്ല, അതേപോലെ ഇവിടെ തൊട്ടടുത്ത് കോഴഞ്ചേരിയിൽ അടുത്ത് തന്നെയുള്ള ആളാണ്. അപ്പം നിങ്ങൾ തൊട്ടടുത്തുള്ള ഏരിയ എടുത്തു, അതായത് കോഴഞ്ചേരി ഉള്ള ആൾക്കാർ അല്ല പോട്ടെ, ആലപ്പുഴയിൽ ഒരു കല്യാണം എന്ന് വെച്ചാൽ കോമൺ ആയിട്ടൊരു പോയിന്റ് നമുക്ക് എല്ലാം കോമൺ ആയിട്ടൊരു പോയിന്റാണ് ആലപ്പുഴ. അപ്പം ആലപ്പുഴയിൽ ഒരു കല്യാണമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ദിവസം പെട്ടെന്നൊരു ഹർത്താൽ വന്നു, പക്ഷെ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഹർത്താൽ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ സാധാരണ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇപ്പോൾ കല്യാണത്തിൻ്റെ പാർട്ടിയാണെന്ന് വിചാരിച്ചു വൈകിട്ടാണ്. അപ്പം രാവിലെ ഈ ഹർത്താലിൻ്റെ അനുകൂലികളൊക്കെ എന്ത് ചെയ്യും? ഹർത്താലിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോകും. പിന്നെ ഉച്ച കഴിഞ്ഞ് റോഡ് വിജനമായിരിക്കും. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്ഥലത്തു നിന്ന് ആ കല്യാണത്തിൻ്റെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലം വരെ എത്താൻ വളരെ സാധാരണ എടുക്കുന്നതിലും വളരെ കുറച്ച് സമയം മതി. കാരണം അവിടെ നമ്മൾ പോകുന്ന സമയത്ത് കുറുക്ക് വെക്കാൻ അല്ലെങ്കിൽ കുറുക്കയാടാൻ പ്രായമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വണ്ടി കൊണ്ട് KSRTC വണ്ടി നമുക്ക് ഓവർടേക്ക് ചെയ്ത് വരാൻ KSRTCയോ അല്ലെങ്കിൽ എന്താ കുറുക്ക് ചാടാൻ അറ്റ്ലീസ്റ്റ് ഒരു പട്ടികൾ പോലും എന്ത് ചെയ്യത്തില്ല, റോഡിൽ കാണത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, സാധാരണ നമ്മളിങ്ങനെ വണ്ടി പോകുമ്പോൾ പട്ടികളൊക്കെ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യത്തില്ല. അപ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക് പിടിച്ചു, വീണ്ടും പോയി, വീണ്ടും നമ്മൾ സ്പീഡ് കൂട്ടി, വീണ്ടും ചിലപ്പോൾ അമ്മച്ചിമാർ വന്ന് കുറുക്ക് ചാടും, അല്ലെങ്കിൽ വേറൊരാൾ വണ്ടിയെ വന്നിട്ട് കുറുക്ക് വെക്കും, ചിലപ്പോൾ KSRTC കൊണ്ട് ബ്രേക്ക് പിടിക്കും. ഇങ്ങനെയുള്ള പല അവസ്ഥകളും നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മുടെ സ്പീഡ് വളരെ കുറവായിരിക്കും. അപ്പം ആ
ഹർത്താൽ സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹർത്താലിൻ്റെ ഒരു ദിവസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമുക്ക് റോഡിൽ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ ലൈറ്റിൻ്റെ സംബന്ധിച്ചിടത്തോളം ലൈറ്റിൻ്റെ റെയറർ മീഡിയമാണ് ശരിക്കും ഹർത്താൽ സമയത്തുള്ള നമ്മുടെ റോഡ് പോലെ ലൈറ്റിൻ്റെ റെയർ മീഡിയമാണ് എന്ത് ലൈറ്റിൻ്റെ റെയർ മീഡിയത്തോടെ നമുക്ക് ഇവിടുത്തെ ഹർത്താൽ സമയത്തെ റോഡ് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റും. ഇനി വൈകിട്ട് 4 തൊട്ട് ഒരു 7 വരെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള സ്കൂളിലെ പിള്ളേർ സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുന്ന സമയമാണ്. ഇപ്പം ഒരു സ്കൂളിൽ മിനിമം ഒരു ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ എലിജയുടെ സ്കൂൾ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ 10-35 വണ്ടികളുണ്ട്. ആണോ എലിജ സ്കൂളിൽ? ഉണ്ടോ എലിജ? ഉണ്ട്. ഓക്കെ. അപ്പം ഓരോ സ്കൂളിലും ഇപ്പം ഇവിടെ അടുത്ത് സാവിയിലാണ് നമ്മുടെ അക്ഷരേത സ്കൂളിലാണെങ്കിൽ ഒരു 10 വണ്ടി കാണുമായിരിക്കും. അപ്പോൾ എല്ലാ സ്കൂളിലും ഒരു 10, 15, 20, 30, 35 വണ്ടികളുണ്ട്. ഇതെല്ലാം ആ സമയത്താണ് ഇറങ്ങി വരുന്നത്. അടുത്തത് നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന എന്താണ് ഇപ്പം ഇവിടെല്ലാം നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിന് ബംഗാളികളാണല്ലോ. അപ്പോൾ രാവിലെ അവർ 8 മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ ഇറങ്ങുന്ന സമയമാണ് 4 to 6 എന്ന് പറയുന്നത്. അവരുടെ തിരക്ക് കാണും. പിന്നെ ഒരു ഓഫീസ് വർക്കർമാർ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയമായിരിക്കും 4 to 6, അവരുടെ തിരക്ക് കാണും. ആശുപത്രിയിൽ ജോലി കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ ആ സമയത്തായിരിക്കും പോകുന്നത്, അവരുടെ തിരക്ക് കാണും. അപ്പോൾ ശരിക്കും ഒരു 4 to 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ടൈമാണ്. ആ ഒരു സമയം നമുക്ക് ഒരിടത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സ്പീഡിൽ റോട്ടിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. അതൊരു എന്ത് മീഡിയത്തിന് എക്സാമ്പിളാണെന്നറിയോ? അതൊരു ഡെൻസർ മീഡിയത്തിന് എക്സാമ്പിളാണ്. ഹർത്താൽ സമയത്തെ റോഡ് റെയറർ മീഡിയത്തിന് എക്സാമ്പിളും മറ്റേ വൈകിട്ട് 4 തൊട്ട് 6 വരെയുള്ള 7 വരെയുള്ള ആ ഒരു സമയത്തെ റോഡ് നമ്മുടെ റെയറർ ഡെൻസർ മീഡിയത്തിന് എക്സാമ്പിളാണ്. ലൈറ്റിന് ഇതുപോലെ തന്നെ ഉണ്ട്. ലൈറ്റ് സഞ്ചരിക്കുമ്പം അറ്റ്മോസ്ഫിയറിൽ ഒത്തിരി പാർട്ടിക്കിൾസ് കൂടുതലുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈറ്റ് സഞ്ചരിക്കുന്ന മീഡിയത്തിൽ പാർട്ടിക്കിൾസ് ഒത്തിരി കൂടുതലാണെങ്കിൽ ലൈറ്റിന് സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈ 4 തൊട്ട് 7 വരെ നമ്മൾ സഞ്ചരിക്കുന്ന പോലെയിരിക്കും. ബ്രേക്ക് ചവിട്ടി പെതുക്കെ അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പോകാൻ പറ്റത്തുള്ളൂ. ഇതിനാണ് ലൈറ്റിൻ്റെ കേസിൽ. എന്നാൽ ഹർത്താൽ സമയം നമുക്ക് ഹർത്താലിൽ അനുകൂലികളുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളില്ലാത്തതുകൊണ്ട് അടിച്ചു വിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ ലൈറ്റിന് വരുവാണെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് സഞ്ചരിക്കുന്ന മീഡിയത്തിൽ പാർട്ടിക്കിൾസ് വളരെ കുറവാണെന്നും ലൈറ്റിന് സ്പീഡിൽ സഞ്ചരിക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം ലൈറ്റ് സ്പീഡ് കൂടിയ മീഡിയത്തിൽ നിന്നും സ്പീഡ് കുറഞ്ഞ മീഡിയത്തിലേക്ക് വരുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. സ്പീഡ് കുറഞ്ഞ മീഡിയത്തിൽ നിന്നും സ്പീഡ് കൂടിയ മീഡിയത്തിലേക്ക് വരുമ്പോഴും എന്തുണ്ടാകുന്നുണ്ട്, പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? നോക്കിക്കോളൂ. അപ്പം നമുക്ക് ഇവിടെ ഇതിനെ താഴോട്ട് എഴുതിക്കോ. Why refraction occurs? Why refraction occurs? റിഫ്രാക്ഷൻ ഒക്കർ ചെയ്യുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, പല മീഡിയത്തിലും ലൈറ്റിന് പല സ്പീഡാണ്, അതുകൊണ്ടാണ്. അപ്പം ഇത് എഴുതേണ്ടത് ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു എ ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ്, ചേഞ്ച് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ് റേ that is light ray travels with different speed in different medium, different speed in different medium. ഇതാണ് അതിൻ്റെ റീസൺ, റിഫ്രാക്ഷൻ ഒക്കർ ചെയ്യാൻ കാരണം. ഇനി ഒരു ചോദ്യം, അടുത്തൊരിത്, വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയർ മീഡിയം? അത് ചോദ്യമായിട്ട് തന്നെ എഴുതിക്കോ. വാട്ട് ഹാപ്പൻസ് if a light ray travels from denser to rarer medium? അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരു പടം വരയ്ക്കുന്നു. നമ്മൾ മിറർ വരച്ച പോലെ തന്നെ നമ്മളൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയുമ്പം ഒരു എന്താണ്, ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മളൊരു ബൗണ്ടറി ഒന്നുമില്ല. ജസ്റ്റ് ഇപ്പം നമ്മൾ കിണറിനകത്തോട്ട് നോക്കുവാണെങ്കിൽ കിണറിൻ്റെ വെള്ളം ഉള്ള ലെയറിൻ്റെ മുകളിലോട്ടെല്ലാം എയറും
ആ വെള്ളത്തിനകത്ത് ഫുൾ വാട്ടറുമാണ് ഇല്ലേ, അല്ലെ? ആ സർഫസിനെയാണ് നമ്മൾ റിഫ്രാക്റ്റിംഗ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? എയറും ആ വാട്ടറും തമ്മിൽ മുട്ടുന്ന ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈൻ, അതിനെയാണ് നമ്മൾ സർഫസ്, റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഇവിടെ ഞാൻ ഒരു ഡെൻസർ ആക്കി, നമ്മൾ ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഡെൻസർ ആക്കി എടുത്തു, ഇവിടെ റെയറർ ആക്കി എടുത്തു. ലൈറ്റ് ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് വരിക. ഇവിടെയും ഒബ്ലീക്ക് ആയിട്ട് വന്ന് വീണാലാണ് റിഫ്രാക്ഷൻ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഒബ്ലീക്ക് മീൻസ് ഇങ്ങനെ ചരിഞ്ഞ്. റിഫ്ലക്ഷനും അതുപോലെ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീണു. നമ്മൾ പറഞ്ഞായിരുന്നു വന്ന് വീഴുന്ന ലൈറ്റ് റേനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. വന്ന് വീഴുന്ന ലൈറ്റ് റേനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. ഓക്കെ, ആ വന്ന് വീഴുന്ന ലൈറ്റ് റേ ഇൻസിഡന്റ് റേ ആണ്. ഈ ഒരു പോയിന്റിനെ നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നായിരിക്കും വിളിക്കുക. അപ്പം നമുക്കറിയാം റിഫ്ലക്ഷനെ പറ്റി പഠിക്കണമെങ്കിലും റിഫ്രാക്ഷനെ പറ്റി പഠിക്കണമെങ്കിലും നമ്മൾ ആ വന്ന് വീഴുന്ന ആ പോയിന്റിനെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കും. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു നോർമൽ വരച്ചാലേ ഇനി ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ എന്താണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. കണ്ടോ, നേരത്തെ ഒരു സൈഡിലോട്ട് നമ്മൾ നോർമൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ രണ്ട് സൈഡിലോട്ടും വരയ്ക്കണം. കാരണം ലൈറ്റ് രണ്ട് സൈഡിലോട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ഇപ്പം ഈ വന്ന് വീഴുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓൾറെഡി അവിടെ അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഡെൻസറിൽ നിന്ന് റെയറിലോട്ട് പോയാൽ എന്ത് സംഭവിക്കുന്നത് അറിയുമോ? ലൈറ്റ് റേ ഈ നോർമലിന് എവേ ആയിട്ട് ബെൻഡ് ചെയ്തു പോകും. കണ്ടോ, ലൈറ്റ് നോർമലിന് എവേ ആയിട്ട് ബെൻഡ് ചെയ്തു പോകും, ഇങ്ങനെ പോകും. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ആറാണ് എടുക്കുന്നത്, റിഫ്രാക്ഷനും ആംഗിൾ ആറ് തന്നെയാണ് എടുക്കുന്നത്, വ്യത്യാസമില്ല. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇതാണ് നമ്മുടെ നോർമൽ എങ്ങനെയാണ് വരയ്ക്കുന്നത്? നോർമൽ വരയ്ക്കുന്നത് പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് ഏത് സർഫസിലാണോ വന്ന് വീഴുന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇത് വരയ്ക്കാനായിട്ട്. ഏതാ? നോർമൽ വരയ്ക്കാൻ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയർ മീഡിയം എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഈ പടം വരച്ചിട്ട് എഴുതുക. ഇറ്റ് ബെൻഡ് എവേ ഫ്രം നോർമൽ. എവേ ഫ്രം നോർമൽ. It bend away from normal. നിങ്ങൾ വരച്ചോ ഒന്ന് പറയണേ. കഴിഞ്ഞോ എല്ലാവരും? കഴിഞ്ഞു. എലിജയുടെ അവസ്ഥ? കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ ഇതേപോലെ നമ്മൾ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് if a light ray അല്ല when a light ray what happens when a light ray travels from rarer to denser medium. അപ്പോൾ നമ്മൾ റിഫ്രാക്റ്റിംഗ് സർഫസ് ഇങ്ങനെ വരയ്ക്കുന്നു. റിഫ്രാക്റ്റിംഗ് സർഫസ് ഇങ്ങനെ വരയ്ക്കുന്നു. നമ്മൾ ഒരു ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീഴുന്നു, ഇങ്ങനെ വന്ന് വീഴുന്നു. ഇത് നമ്മുടെ റെയറാണ്. ഇത് റെയറിൽ നിന്ന് ഡെൻസറിലോട്ടാണ് പോകുന്നത്. ഇത് ഡെൻസറാണ്. നമ്മൾ വരയ്ക്കുന്നു, ഒബ്ലീക്കായിട്ട് വന്ന് വീഴുന്നു. ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ ഈ നോർമൽ വരയ്ക്കണം. എങ്ങനെയാണ്? ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ കണ്ടോ, രണ്ട് സൈഡിലോട്ടും വരച്ചു. ഈ വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം റെയർ ടു ഡെൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നറിയോ? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമലാണ്. നോർമലിന് അടുത്തേക്ക് ബെൻഡ് ചെയ്യും. അപ്പം ഇത് ഇൻസിഡന്റ് റേ ആണ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇത്
റിഫ്രാക്റ്റഡ് റേ ആണ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത് എഴുതുക. അപ്പോൾ അത് എന്നിട്ട് താഴെ എഴുതിയ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ, ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമൽ. അടുത്തൊരു ചോദ്യം കൂടെ എഴുതിയോ. വാട്ട് ഹാപ്പൻസ് ഇഫ് എ ലൈറ്റ് റേ ഫോൾസ് നോർമൽ ടു ദ റിഫ്രാക്റ്റിംഗ് സർഫസ്? വാട്ട് ഹാപ്പൻസ് if a light ray falls normal to a refracting surface. അതായത് നോർമൽ, അപ്പോൾ ഇതൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. ഇവിടെ നോർമൽ ആയിട്ട് ലൈറ്റ് റേ വന്ന് വീഴുക. നോർമൽ മീൻസ് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇതായിരിക്കും നമ്മുടെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. നോർമൽ വരയ്ക്കുമ്പോഴും എന്താവും? നോർമൽ വരയ്ക്കുമ്പോഴും വേണ്ട ഇങ്ങനെ തന്നെയാവും. നോർമൽ വരയ്ക്കുമ്പോഴും ഇങ്ങനെ തന്നെയാവും. അപ്പം ലൈറ്റ് റേ എന്ത് ചെയ്യും? ലൈറ്റ് റേ വേണ്ട ഇവിടെ നിന്ന് എങ്ങനെ പോകും? ലൈറ്റ് റേ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ പോകും. ഓക്കെ, അതായത് റിഫ്രാക്ഷൻ നടക്കുന്നില്ല, ഇങ്ങനെ തന്നെ ലൈറ്റ് റേ പോകും. It pass undeviated. അത് റിഫ്രാക്ട് ഒന്നും ചെയ്യാതെ അൺഡീവിയേറ്റഡ് ആയിട്ട് പോകുന്നു. കാരണം ഇവിടെ ആംഗിൾ ഐ എന്ന് പറയുന്നതും 0 ആണ്, ആംഗിൾ ആർ എന്ന് പറയുന്നതും 0 ആണ്. ശരിയല്ലേ? അതായത് നോർമൽ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെ തന്നെ വരയ്ക്കേണ്ടി വരും? ഇങ്ങനെ തന്നെ നോർമൽ, ഇതിന്റെ മണ്ടേ കൂടെ തന്നെ വരയ്ക്കേണ്ടി വരും. നോർമലിന്റെയും ഇൻസിഡന്റ് റേയുടെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അത് 0 ആണ്. രണ്ടും ഒരു ലൈൻ ആയതുകൊണ്ട്. നോർമലി ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നോർമലിന്റെയും റിഫ്രാക്റ്റഡ് റേയുടെ. അപ്പോൾ അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അതും രണ്ടും ഒരു ലൈൻ ആയതുകൊണ്ട് അതും എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് അതിന്റെ ആൻസർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് റിഫ്രാക്ഷനെ പറ്റിയാണ്. ലോ ഓഫ് റിഫ്രാക്ഷൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ നേരത്തെ പോലെ തന്നെ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ പ്ലെയിനിലാണെന്നാണ് പറയുന്നത്. ഇവിടെയും ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും. അതായത് ഇൻസിഡന്റ് റേ നോർമൽ and refracted ray lie on the same plane. രണ്ടാമത്തേത് the ratio of sin of angle of incidence. നമുക്ക് ഒരിക്കലും ഇവിടെ മറ്റേ ആംഗിൾ ഐ ഈസിക്കൽ ആംഗിൾ ആർ എന്നുണ്ടായിരുന്നു. ഇവിടെ ആംഗിൾ ഐ ഈസിക്കൽ ആംഗിൾ ആർ ആണോ ശ്രേയ? ഒന്ന് പറയാമോ?
ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് എഴുതാൻ പറ്റുമോ ഇവിടെ? ഇല്ല. കാരണം ഇവിടെ ആംഗിൾ ഐ രണ്ട് ഇത്രയേ ഉള്ളൂ, ആംഗിൾ ആർ വളരെ കൂടുതലാണ്. മറ്റേ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ ഐ രണ്ട് ഇതാണ്, ഇത്ര വലുതാണ്, ആംഗിൾ ആർ വളരെ ചെറുതാണ്. അപ്പം ഒരിക്കലും എന്താകത്തില്ല, ആംഗിൾ ഐ ആംഗിൾ ആർ എന്ന് പറയുന്നത് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴാ ഡെൻസറി പിന്നെ ഈക്വൽ ആകുന്നത് മറ്റേ നോർമലായിട്ട് വന്നിരിക്കുന്ന കേസില്ല, അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ റേഷ്യോ ഓഫ് സൈൻ SINE ആണ്, സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് to the sine of angle of refraction. Sine of angle of refraction. Refraction is a constant. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. സൈൻ വാല്യൂ എടുക്കുന്നത് ട്രിഗണോമെട്രി പഠിച്ചു കാണും. സൈൻ ഐ ബൈ സൈൻ ആർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇപ്പം ഒരു പെർട്ടിക്കുലർ ഒരു 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങൾ എന്ത് ചെയ്തു, ഇൻസിഡൻറ്റ് ചെയ്യിച്ചു. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരുന്നു. അപ്പം അത് അതിൻ്റെ സൈൻ വാല്യൂ എടുത്തു കഴിഞ്ഞിട്ട് രണ്ടിനും സൈൻ ഐ ബൈ സൈൻ ആർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതിനെ എന്നായിരിക്കും വിളിക്കുന്നത്, കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് വാല്യൂനെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, അത്രേ ഉള്ളൂ. ദിസ് കോൺസ്റ്റന്റ് വാല്യൂ ഈസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. refractive index of second medium with respect to first medium. ഓക്കെ, ഇത്രയുമേ ഞാൻ ഇന്ന് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം ഇനി നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മുതൽ കുറച്ച് ലോജിക്കായിട്ട് പഠിക്കണം. കാരണം കാണാപ്പാടം പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എന്തായാലും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നാളെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും പഠിപ്പിക്കുന്നതിനിടയ്ക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങളിത് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുവാണോ അതോ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കുവാണോ. എനിക്ക് തോന്നുന്നില്ല നിങ്ങളിത് മനസ്സിലാക്കി പഠിച്ചിരിക്കുവാന്നുള്ളത്. എന്തായാലും എനിവേ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ തൽക്കാലം നാളെ മീൻസ് അടുത്ത ക്ലാസ്